ഇടതുമുന്നണി ഉടൻ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എ സുരേഷും പ്രേംകുമാറും പാർട്ടി മെമ്പർമാരല്ല. മലമ്പുഴയിൽ സുരേഷിനെ CPMന്റെ ഒരു വോട്ട് പോലും കിട്ടില്ല. യുവതി പ്രവേശനത്തിൽ സർക്കാർ പറയുന്ന അതേ നിലപാടാവില്ല പാർട്ടിക്കെന്നും ഗോവിന്ദൻ. ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി അതുകൊണ്ട് എന്തായും പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയാൻ ഞാൻ എന്താ എടുക്കാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവുമില്ല, ഒറ്റ വിവാദവുമില്ല, ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേരളത്തെ സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, പത്രക്കാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പാർട്ടി സംഘടനാപരമായ ഒരു കാര്യമല്ലേ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുനിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് മുന്നോട്ട്. ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി പാലക്കാടെത്തിയ ഗോവിന്ദൻ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു. സിനിമാ നടനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ പാർട്ടി അംഗമല്ല. അവരുടെ പിണക്കം ഒഴിവാക്കാൻ പാർട്ടി ശ്രമിക്കും. എന്നാൽ പിണങ്ങിയെ അടങ്ങുവെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഗോവിന്ദൻ ചോദിച്ചു. ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരോ ഒന്നും അല്ലല്ലോ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട്. പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അത്ര കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണ മാത്രമാണ്. ശമ്പളം മുടങ്ങുമെന്ന് 10 വർഷമായി പറയുന്നുവെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? വികസനമില്ലാത്ത കേരളം എന്നാണ് VD സതീശൻ പറയുന്നത്. ഇവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം പോലും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാ വികസനത്തിനും എതിരാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ജാഥയിൽ പറയാൻ പറ്റുന്നില്ല. വികസനം എന്ന് പറയുന്ന പദയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശം അവർക്ക് മുന്നോട്ടേക്ക് വെക്കാനില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ. ദേശീയപാത വികസനമൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോടതി പറയട്ടെ. CPM നിലപാട് പറയേണ്ട സമയത്ത് പറയും. നിലവിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയുമില്ല. പ്രതിപക്ഷ നേതാവ് എല്ലാ കളവ് പറയുന്നതിൻ്റെയും ഭാഗമായിട്ട് ഈ ജാഥയിൽ ഇപ്പോൾ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. ഞങ്ങൾ ഈ ജാഥയിൽ VD സതീശനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതാണ്. നുണ പറയുക, വേറെ ഒന്നും പറയാനില്ല. ഈ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി മുണ്ടിയാൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ പറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് അത് മിണ്ടുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചത്. കോൺഗ്രസ് മുൻ നേതാവ് മണിശങ്കർ അയ്യർ വ്യക്തമാക്കുന്നത് ഇടതുഭരണം തുടരണം എന്നാണ്. മണിശങ്കർ അയ്യരെ രമേശ് ചെന്നിത്തല മാത്രമല്ല പ്രതിപക്ഷ നേതാവും പരിഹസിക്കും. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷമെന്നും ഗോവിന്ദൻ പറഞ്ഞു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് തരൂർ മണ്ഡലത്തിലെ വടക്കഞ്ചേരിയിലാണ് സമാപനം. UTV ന്യൂസ്, പാലക്കാട്.